അതുമാത്രമല്ല, ഇപ്പോൾ ഒത്തിരി പോലീസുകാരായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെയുണ്ട്. പോലീസിന് അനുകൂലമായ വാർത്തകൾ നിരവധി കൊടുത്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലും കാര്യങ്ങൾ. പക്ഷേ അതിലെതിരായി കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ, മദ്യം കടത്തുന്നത്, അതുപോലെ തന്നെ ഒരു കോഴിക്കാലിന് വേണ്ടി പരക്കുമ്പോൾ ആ ഒരു വാർത്തയായപ്പോൾ ആ സ്റ്റേഷനിൽ പോയ അനുഭവങ്ങൾ കൃത്യമായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് വാർത്ത ശേഖരിക്കണം. ഇന്നത്തേക്ക് പോലെ ഹൈടെക് സംവിധാനമൊന്നുമില്ല. നമ്മളിങ്ങനെ നടക്കണം ടൗണിലൂടെ, ഓരോ പ്രദേശത്തും നടന്ന് വാർത്തകൾ കണ്ടത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് സ്ലാബ് പൊട്ടി, ഇലക്ട്രിക് ലൈൻ വീണ് കിടക്കുന്നു, റോഡ് തകർന്നു, ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പോയിട്ട് എടുക്കണം. അപ്പോൾ അന്ന് ക്യാമറയില്ല. ഈ പോയിട്ട് ഈ സ്ഥലത്തെ വാർത്ത ശേഖരിച്ച് നോട്ട് ചെയ്തിട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഫോട്ടോഗ്രാഫറെയും കൂട്ടി ഫോട്ടോ എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ടാവും. അങ്ങനെ നടക്കുമ്പോഴേ എൻ്റെ മുന്നിലൂടെ ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ സിയുടെ വണ്ടിയാണ് ഞാനിങ്ങനെ നോക്കുന്നു. അപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ടേൺ ചെയ്തിട്ട് ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഓപ്പറേഷൻ ആയിരിക്കും, പുറകെ പോയേക്കാന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു മദ്യ ഷാപ്പിൽ നിന്ന് CD പാർട്ടി എന്ന് പറയും, അത് അങ്ങ് രാജാക്കന്മാരാണ്, അവരോട് കളിച്ചാലേ നമ്മളെ കഥ വെച്ചളയും. എനിക്ക് ഒന്നാമത്തേൽ അന്നത്തെ പത്രപ്രവർത്തനം ബുദ്ധിയുള്ള പത്രപ്രവർത്തനമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഇതൊരു പണിയായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് അങ്ങ് പോക്ക് തന്നെ. അപ്പോൾ ഇവർ മദ്യം വാങ്ങി പോലീസ് ജീപ്പിൽ വെക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവർ കണ്ടിട്ടും ഇവർ ലോക്കി അടിച്ചിട്ട് അങ്ങ് പോവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയാണ്. ഞാൻ ഓൾ കേരള വാർത്ത കൊടുത്തു, പോലീസ് ജീപ്പിൽ മദ്യക്കടത്ത്. ആ വാർത്ത കൊടുത്ത് നോർമലി വാർത്ത കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. എന്നെ ആ സ്റ്റേഷനിൽ ശരിക്കൊരു എന്തോ ഭീകര ജീവിയെ കാണുമ്പോൾ അന്ന് എന്നോട് പെരുമാറി. ഈ CI അടക്കം വളരെ മോശമായി പെരുമാറി. അല്ല, CI മോശമായി പെരുമാറിയിട്ടില്ല, അയാളുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ രംഗങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ റൈറ്റർ അടക്കം മോശമായി പെരുമാറുന്നു. അവസാനം ബഹളമാകുന്നു. അവസാനം അന്നത്തെ റെസിഡൻറ്റ് മാനേജർ, ഇപ്പോഴത്തെ റെസിഡൻറ്റ് എഡിറ്റർ ജോർജ് കള്ളിവേൽ, ഡൽഹിയിൽ, അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിട്ട് ഈ സംഭവം പറയാം. അപ്പോൾ എനിക്ക് വിലക്കാണ് മൊത്തത്തിൽ പോലീസിൽ നിന്ന് വാർത്ത കിട്ടാൻ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. വിലക്ക് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം അന്നത്തെ SP ശേഖരൻ മിനിയോടനാണ്. മിനിയോടനെ വിളിക്കുന്നുണ്ട്, മിസ്റ്റർ മിനിയോടൻ എന്ന് വിളിച്ചിട്ട്. അന്നൊക്കെ ഒരു SP ഒന്നും ആരും മിസ്റ്റർ മിനിയോട്, അന്ന് ജോർജ് ഇന്ന് വിളിക്കും, ഇന്ന് മിസ്റ്റർ എന്നും വിളിക്കും, തെറിയും വിളിക്കും പോലീസുകാർ. ആ ലെവലിൽ നമ്മൾ മാറി, അനീതി കണ്ട് നമ്മളത് ചെയ്യും. മിസ്റ്റർ മിനിയോടൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ ഇഷ്യൂ മുഴുവൻ പറയുകയും മിനിയോടൻ അന്ന് ഇടപെട്ടിട്ടാണ് ആ വിഷയത്തിൽ പോലീസ് പിന്നെ ഒരു പ്രതികാര ബുദ്ധി കാണിക്കാതിരുന്നത്.